ഗൈസ് കഴിഞ്ഞ ദിവസം നമ്മളൊരു പെറ്റ് ഷോപ്പിൽ പോയി. പെറ്റ് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ 2 ആഴ്ചയോളം തുമ്മലും ജലദോഷമൊക്കെ ആയിരുന്നു. സൗണ്ടിൻ്റെ ടോണിൽ തന്നെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അമ്മാതിരി പണിയാണ് കിട്ടിയത്. അവിടെയാണെങ്കിൽ ഭയങ്കര വൃത്തിയില്ലാണ്ട് മീനുകളെല്ലാം ചത്ത് ചീഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കവറുകളും ഇതായിരുന്നു. പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്ന സിറിഞ്ചും കുപ്പിയും ആക്രിയും പാട്ടയും സ്പൂണ് വരെ എന്തായിരുന്നു അക്യൂറത്തിൽ കിടപ്പുണ്ടായിരുന്നു. ഇവരൊന്നും ക്ലീനാക്കുന്ന കൂടിയില്ലായിരുന്നു. പിന്നെ കുറേ ഫംഗസ് പിടിച്ച തീറ്റയും പിന്നെ എന്തോ വെള്ള കളറിൽ എന്തോ പിണ്ണാക്കാണോ എനിക്കറിയില്ല, പിണ്ണാക്കൊക്കെ കിടപ്പുണ്ട്. പക്ഷിയൊക്കെ ചത്തോ ഇല്ലയെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. തലയൊക്കെ ഒടിഞ്ഞ് വെട്ടിയ പോലെ കിടക്കുന്നത്. ചിലപ്പോൾ ഉറങ്ങിയിരിക്കും. കൂടുതലൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ. എന്നുവെച്ചാൽ ഇത് ഞാൻ പക്ഷിയെ അങ്ങനെ വളർത്താറില്ല. വളർത്തുന്നവർക്ക് ചിലപ്പോൾ ഇത്രയും കൂടി ക്ലീനാക്കാൻ പാടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. പിന്നെ ഫ്ലൈങ് സ്ക്വയറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈങ് സ്ക്വയറിൽ ആദ്യം ചത്തെന്ന് ഓർത്തിരുന്നത്. പിന്നെ അതിൻ്റെ വയറ് വീർക്കുകയും പൊങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് ശ്വാസം എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് പൂച്ച ഉണ്ടായിരുന്നു. പൂച്ചയുടെയൊക്കെ കണ്ണൊക്കെ എന്തോ കർണക്കുറ്റികൾ നോക്കി അടിച്ച പോലെ ഇരിക്കുന്നത്. മരുന്നിട്ടാന്ന് പോലും ഡൗട്ടാണ്. പൂച്ച ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ഐസ് 800 രൂപ എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഇഷ്ടംപോലെ പക്ഷികളും ഈവൻ മുട്ടയിട്ട പ്രാവുകൾ വരെ ഉണ്ടായിരുന്നു കേട്ടാ. ഇഷ്ടംപോലെ ബേർഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ വാങ്ങി ആർക്കെങ്കിലും വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ, സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വിട്ടോ. മെട്രോയുടെ പില്ലർ നമ്പർ 621 ഓപ്പോസിറ്റാണ് കട.